മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിനെ തർക്കസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുത്വവാദികൾ സമർപ്പിച്ച ഹർജി അലഹബാദ് ഹൈക്കോടതി 2025 ജൂലൈ 4 അഥവാ ഇന്നലെ തള്ളിയതായാണ് വാർത്ത. ഈ വിഷയം ശ്രീകൃഷ്ണ ജന്മഭൂമി ഷാഹി ഈദ്ഗാഹ് തർക്കത്തിന്റെ ബാക്കി പത്രമാണ്. ഇത് മധുരയിലെ ചരിത്രപരവും മതപരവുമായ പ്രാധാന്യമുള്ള ഷാഹി മസ്ജിദുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഷാഹി ഈദ്ഗാഹ് മസ്ജിദിനെ തർക്കസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്നും കോടതി രേഖകളിലും കേസിന്റെ നിലവിലുള്ള സ്റ്റാറ്റസിലും ഇത് രേഖപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ഹിന്ദു വിഭാഗം ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജി മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ ഉടമസ്ഥാവകാശ തർക്കവുമായി ബന്ധമുള്ളതാണ്. ഹിന്ദു വിഭാഗം അവകാശപ്പെടുന്നത് മസ്ജിദ് നിൽക്കുന്ന സ്ഥലം ശ്രീകൃഷ്ണ ജന്മഭൂമിയുടെ ഭാഗമാണെന്നാണ്. എന്നാൽ അലഹബാദ് ഹൈക്കോടതി ഈ ഹർജി തള്ളുകയും ഷാഹി ഈദ്ഗാഹിനെ തർക്കസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള ആവശ്യം നിരസിക്കുകയും ചെയ്തുകൊണ്ടാണ് കോടതി വിധി വന്നിരിക്കുന്നത്. കോടതി രേഖകളിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ലെന്നും കോടതി വ്യക്തമാക്കി. ഹിന്ദു വിഭാഗത്തിന്റെ അഭിഭാഷകൻ രാം മനോഹർ നാരായൺ മിശ്ര ഈ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2023 ഡിസംബർ 14 കോടതി ഷാഹി ഈദ്ഗാഹ് പരിസരത്തിന്റെ സർവേക്ക് അനുമതി നൽകിയിരുന്നു. ഇത് മുസ്ലിം വിഭാഗത്തിന് തിരിച്ചടിയായിരുന്നു. തുടർന്ന് 2024 ഓഗസ്റ്റ് 1 ഷാഹി ഈദ്ഗാഹ് മസ്ജിദിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട ഹിന്ദു വിഭാഗം സമർപ്പിച്ച 15 ഹർജികൾ അലഹബാദ് ഹൈക്കോടതി വിചാരണയ്ക്ക് വിധിച്ചിരുന്നു. മുസ്ലിം വിഭാഗത്തിന്റെ എതിർപ്പുകൾ അന്ന് കോടതി തള്ളിയിരുന്നു. ഈ കേസ് ദീർഘകാലമായി നിയമ പോരാട്ടത്തിന്റെ ഭാഗമാണ്. മതപരവും ചരിത്രപരവുമായ വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെട്ടതാണ്. ഹിന്ദു വിഭാഗം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള തീരുമാനം വ്യക്തമാക്കുന്നുണ്ട്. ഈ തർക്കം ഇനിയും തുടരാനും സാധ്യത വളരെ കൂടുതലാണ്.